പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അനാമികയ്ക്ക് അനന്തപുരിയിൽ കടിച്ചു തൂങ്ങാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ അനിയുടെ അമ്മ എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട്. അതിനുശേഷം ദേവയാനി അന്ന് പണ്ട് അനാമികയ്ക്ക് കൊടുത്ത മാല അനാമികയുടെ അച്ഛൻ വിറ്റു. അത് നന്ദു വീണ്ടെടുത്തല്ലോ. അതേ മാല തന്നെ നയനയ്ക്ക് കൊടുക്കുകയാണ്. നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നയന പറയും, എനിക്ക് സ്വർണ്ണത്തോടൊന്നും വലിയ താല്പര്യമില്ല, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ മോൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ സ്വർണ്ണത്തോട് അത്യാർത്തിയുള്ള കുറേ പേരുണ്ട്. ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വർണം മൊത്തം തരേണ്ടത് എൻ്റെ മോൾക്ക് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുക. ഏതായാലും ഈ കാര്യം അനാമിക നേരെ പോയി ജാനകിയോട് പറയുന്നു. അന്നേരം ജാനകി പറയുന്നുണ്ട്, മോൾക്ക് തന്ന നെക്ലേസ് തന്നെ ഏട്ടത്തി നയനയ്ക്ക് കൊടുത്തുവെങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ തരുന്ന ഈ നെക്ലേസ് ഇട്ടുകൊണ്ട് വേണം ഇനി അവരുടെ മുന്നിലേക്ക് ചെല്ലാൻ, അല്ലെങ്കിൽ അത് എനിക്കൂടെ കുറച്ചിലാണ് എന്ന് പറഞ്ഞ് അനാമികയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അനാമിക വേണ്ട എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും നിർബന്ധിച്ചിട്ട് കൊടുക്കുന്നു. അത് കിട്ടിയ ഉടനെ അനാമിക ആ മാലയായിട്ട് ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് ദേവയാനിയോട് പറയുവാണ്, വല്യമ്മ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വല്യമ്മയുടെ മരുമകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തരാൻ കഴിവുള്ള ഒരാളാണ് എൻ്റെ അമ്മായിമ്മയും. എൻ്റെ അമ്മായിമ്മ അങ്ങനെ ചെറിയ കുടുംബത്തിലൊന്നും അല്ല എന്ന് പറഞ്ഞ് വലിയ ആൾ കളിക്കുന്നുണ്ട് ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട്. അത് കഴിഞ്ഞ് ആ മാലയൊക്കെ നോക്കി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന അനാമികയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ.